പ്രിയ സുഹൃത്തുക്കളിൽ, സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ ലഹരിയിലാണ് കേരളം മുഴുവനും. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്കും മൃതിയേക്കാൾ ഭയാനകമെന്നാണ് കവി പറയുന്നത്. എന്താണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് മാത്രം നാം മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ കാറിക്കൂവി നടക്കുവാനും തല്ലുകൂടുവാനും ബഹളമുണ്ടാക്കുവാനും ഇംഗുലാ സിന്ദാബാദ് മുഴക്കുവാനും അതിനുവേണ്ടിയുള്ള ഒരു അവസരം ലഭിക്കുന്നതല്ല സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ബി ഫ്രീ. അത് നേടിയെടുക്കുവാൻ വേണ്ടി അതിന്റെ പിൻപിൽ രക്തപ്പുഴ ഒഴുകിയിട്ടുണ്ട്. നാം ഇന്ന് അതിനെക്കുറിച്ച് സ്മരിക്കാറില്ല. അനേകർ ഇതിനു വേണ്ടി ജീവാഹൂതി ചെയ്തിട്ടാണ് നാം സ്വാതന്ത്ര്യലബ്ധി പ്രാപിച്ചിട്ട് അതിനിങ്ങനെ ആനന്ദം കൊള്ളുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 80 വർഷത്തോളമായി. എന്നാൽ നമ്മുടെ രാജ്യം എന്തു നേടി സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറപിടിച്ചുകൊണ്ട് ഗുരുസ്വാമി പറഞ്ഞതുപോലെ നാം അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷങ്ങളിൽ. സ്വാതന്ത്ര്യം അതിന്റെ മൂർധന്യ ദിശയിലെത്തുമ്പോൾ നമ്മളതിന്റെ സുഖം മറന്ന് ഒരുപാട് ആർമാദിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഏത് മതത്തിലും ഏത് സഭയിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കാം. ആരോടും ഒന്നും ചോദിക്കാറില്ല. സ്വാതന്ത്ര്യത്തിന്റെ വിശദ വിവരങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ടൊരു ഗുണം നമുക്ക് ഉണ്ടായെങ്കിൽ അത് നന്നാണ്. എന്നാലും ഒരു മനുഷ്യന് മറ്റു മനുഷ്യനെ കണ്ടുകൂടാ. ഒരുത്തൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു നിലവാരമാണ്. സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരുപാട് രാഷ്ട്രങ്ങൾ ഇന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയിൽ നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രങ്ങളെല്ലാം തമ്മിൽ യുദ്ധം ചെയ്ത് നശിക്കുകയാണ്. ഇന്നുവരെ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളുടെ കണക്കെടുത്തിട്ടുണ്ട് ചില ആളുകൾ. ആദ്യത്തെ യുദ്ധം 1-ാം ലോക മഹായുദ്ധം, പിന്നീട് 2-ാം മഹായുദ്ധം. കോടിക്കണക്കിന് ജനങ്ങളാണ് ചത്തു വീണത് യൂറോപ്പിന്റെ യുദ്ധഭൂമിയിൽ. ഈ രാജ്യങ്ങളെല്ലാം നിന്നും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. പ്രിയപ്പെട്ടവരെ, നാം സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് ആന്തരികമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ മനസ്സിന്റെ സ്വച്ഛ സ്ഫടികമായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് സ്വാതന്ത്ര്യം. നല്ലതുപോലെ ശൂന്യാകാശം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. അവിടെ ഉദിച്ചു പോകുന്ന ഒരു ചന്ദ്രന്റെ നിഴല് ശാന്തമായിരിക്കുന്ന ഒരു കുളത്തിലേക്ക് പതിക്കുന്നു. ഞാൻ കരയ്ക്ക് നോക്കി നിന്നാൽ നല്ല സ്വച്ഛ സ്ഫടികമായിരിക്കുന്ന ജലത്തിൽ തിളങ്ങി നിന്നുന്ന പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കും. എന്നാൽ അങ്ങൊരു കല്ലെടുത്തെറിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് എനിക്ക് ചന്ദ്രനെ കാണുവാൻ കഴിയുകയില്ല. മണിക്കൂറുകൾ എടുത്തെങ്കിൽ മാത്രമേ പിന്നെ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയുള്ളൂ. മനുഷ്യന്റെ മനസ്സ് താളം തെറ്റിപ്പോയി ഒരു കാലഘട്ടത്തിൽ. അന്നു മുതൽ
അവൻ സ്വാതന്ത്ര്യമില്ലാതെ അനീകയാണ്. എവിടെയാണ് ഇത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ആദിമദശയിൽ, ആദ്യ കാലഘട്ടത്തിൽ ആദമ്യ കുടുംബത്തിൽ വെച്ച് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഏതാണ് ഈ ആദമിന്റെ കുടുംബം? നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് ഫാദർ. നമ്മൾക്കൊരു തുടക്കവും ഒടുക്കവും ഒക്കെ ഉണ്ടല്ലോ. നമ്മളെല്ലാം ഒടുങ്ങുന്നുണ്ട്, എന്നാൽ തുടക്കം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നമ്മെ ഈശ്വരൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, അതിന് യാതൊരു സംശയമില്ല. പരിണാമം പ്രാപിച്ച ആരും മനുഷ്യരായി ഇതുവരെയും തീർന്നിട്ടില്ല. ഏതോ ഒരു മാസ്റ്റർ ബ്രെയിൻ മനുഷ്യ സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വിവേചന ശക്തി, ഭാവന, കർമ്മകുശലത, ഇങ്ങനെ സ്നേഹം മുതലായിരിക്കുന്ന അനവധി ഗുണങ്ങൾ ചേർന്ന് ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ അതൊരു യാന്ത്രിക മനുഷ്യനല്ല. ഇന്ന് സൗദിയിലോ മറ്റോ ഒരു യാന്ത്രിക പാവയുണ്ട്, പൗരത്വമൊക്കെ കൊടുത്ത് അതിനെ വെച്ചിരിക്കുകയാണ്. അതിനോട് സംസാരിച്ചപ്പോൾ അത് പറയുകയാണ്, എനിക്ക് മനുഷ്യനോട് ഇടപഴകി ജീവിക്കണം, മനുഷ്യ ഉപകാരപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യണം. അതെ, നല്ല കാര്യമാണ്. പക്ഷെ പറയുന്നത് ഒരു മെഷീനാണ്. എന്നാൽ ഈ മെഷീന് ജന്മം കൊടുത്തവനാണ് മനുഷ്യൻ. അവന് ഈ ലോകത്തെ ഇനി കാട്ടിക്കൂട്ടാനിരിക്കുന്ന കാര്യങ്ങളൊക്കെയും കണ്ടു തന്നെ അറിയണം. അവന്റെ ബുദ്ധിശക്തി ക്രമാതീതമായി വർദ്ധിച്ചു. ലോകം സംസ്കാരത്തിന്റെ പരമകാഷ്ഠയെ പ്രാപിച്ചു. അവന്റെ ചിന്താശക്തി യാത്ര ചെയ്ത് അപാരമായ വിജ്ഞാന വാരിധിയെ മറികടന്ന് മറുകരയിലെത്തി. ലോകത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും അപ്പോൾ തന്നെ അത് കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനുമുള്ള യാത്രിക സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒറ്റ ടച്ചിങ് കൊണ്ട് ഈ ഭൂമിയെ 8 പ്രാവശ്യം ചുട്ടഴിക്കുവാൻ കഴിയുന്ന ബോംബുകൾ പ്രവർത്തന നിരതമാകും. അമേരിക്കൻ പ്രസിഡന്റിന്റെ കയ്യിൽ ഒരു സ്വിച്ച് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. അവിടെ ഒരു സാറ്റലൈറ്റ് ഇപ്പൊ അമേരിക്കയുടെ കയ്യിലല്ല, ലോകരാഷ്ട്രങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ, ചൈനയുടെ കയ്യിലുമുണ്ട്, റഷ്യയുടെ കയ്യിലുമുണ്ട്. ഏതെങ്കിലും ഒരു അത്യാഹിത ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാൽ ഇവൻ ഓട്ടോമാറ്റിക്കാതെ കേട്ടത് ഓണാകും. പിന്നെ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് വേണം അത് അനുവാദം കൊടുക്കാൻ. അങ്ങനെ അനുവാദം കൊടുത്താൽ ഈ സാറ്റലൈറ്റ് ശത്രു രാജ്യത്തെ ലക്ഷ്യമാക്കി ക്ഷിപ്രം കുതിക്കും. അവിടെ ചെന്ന് നാശമോശങ്ങളെല്ലാം വിതച്ചിട്ട് രാജ്യത്തെ തീ കത്തിക്കും. ഇന്ന് ലോകത്തിൽ നടക്കുന്നത് അതല്ലേ? സ്വാതന്ത്ര്യം പ്രാപിച്ച രാഷ്ട്രങ്ങളാണ് ബോംബ് പെയ്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. 1, 2 ലോകമഹായുദ്ധങ്ങളിൽ സംഭവിച്ച ഭീകരതയെ കുറിച്ച് നാം വായിച്ചു പഠിക്കുന്നവരാണ്. വയലാർ ഒരിക്കലും ഇങ്ങനെ എഴുതി, മാനവ സംസ്കാരത്തിന്റെ പട്ടടക്കരിമ്പുക മാറാല കെട്ടിപ്പൊങ്ങും മൂകഭീകരലിംഗം ഭൂപടത്തിന്റെ മുറയിൽ അതെ ഇങ്ങനെ ചീറിക്കിടക്കുകയാണ്. നീലനീർ തേരട്ടകൾ ചത്തുപൊങ്ങിയതുപോലെ നീരകപ്പരപ്പിൽ ഈ ജപ്പാന്റെ ചിത്രം നോക്കൂ. നാഗസഖിയും ഹിരോഷിമയും ശ്മശാനങ്ങൾ. ഇനി ഇതുപോലെ എത്രയെത്ര ശ്മശാനങ്ങൾ ഇവിടെ ഉണ്ടാകുവാനിരിക്കുന്നു എന്ന് സ്വാതന്ത്ര്യ ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അവനെ ആക്രമിക്കണം, കീഴടക്കണം, പിടിക്കണം. പക്ഷേ മനുഷ്യന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം മുകളിൽ നിന്ന് കാണുന്ന അവന്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാനുണ്ടെന്നുള്ള കാര്യം അവന്റെ രക്തത്തിളപ്പിൽ അധികാര കൊതിയിൽ അവൻ മറന്നു പോവുകയല്ലേ. എത്ര യുദ്ധങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ തന്നെ ഇന്നും സ്വാതന്ത്ര്യ പ്രാപിച്ച ശേഷം
അതിൽ യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർ ജീവിക്കുന്നവർ പലരുണ്ട്. അവർക്ക് പെൻഷനും കുപ്പിയും ഒക്കെ കൊടുക്കുന്നു നമ്മുടെ നാട്ടിൽ. അവരെയൊക്കെ സമീപിച്ച് സംസാരിക്കുമ്പോൾ അറിയാം, ഇന്ന് കുറെ ചെറുപ്പക്കാർ റിട്ടയർ ചെയ്ത് പട്ടാളത്തിൽ നിന്ന് വരുന്നുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒന്നാം മഹായുദ്ധത്തിലും രണ്ടാം മഹായുദ്ധത്തിലും പങ്കെടുത്ത നമ്മുടെ പിതാക്കന്മാർ അവരുടെ ദുഃഖമായ കഥ നമ്മളോട് പറയും. എന്തായിരുന്നു യുദ്ധം? അതിനെ കൊണ്ടാണ്, അതോർത്തിട്ടാണ് വയലാരങ്ങനെ പാടിയത്. മനുഷ്യ സംസ്കാരത്തിന്റെ പട്ടട കരിമ്പുക എന്നാണ്. നാഗസതി ഹിരോഷിമയും കണ്ടിട്ടുള്ളവരുണ്ട് ജപ്പാനിൽ പോയാൽ. അതെല്ലാം കത്തിക്കരിഞ്ഞ് അതിന്റെ റേഡിയേഷൻ മൂലം ഇന്നും അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അംഗഭംഗം ഉണ്ടാകുന്നു. പേര് ഇതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയ സമ്മാനം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആരാണ് ഈ പുത്രൻ? മനുഷ്യമൃഗത്തിന്റെ രക്ഷിതാവായി അവന് ശാന്തിയും സമാധാനവും അവന്റെ ഹൃദയത്തിൽ പകർന്നു കൊടുത്തിട്ട് അവനെ ഹൃദയം മാറ്റിവെക്കുവാൻ, മാനസാന്തരം കൊടുക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഈ ലോകത്തിൽ ആവശ്യമായിരിക്കുന്നതെങ്കിൽ അതുതന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നാം കാണുന്നത്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. എങ്ങനെ തന്നെ? ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ. ഒന്നും രണ്ടും യുദ്ധങ്ങളിൽ ഒരുപാട് പേര് നശിച്ചു. നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ പറഞ്ഞ് പലരും പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അതെ, നീലന പരപ്പിൽ നീലനീർ തേരട്ടകൾ ചത്തു പൊങ്ങിയ പോലെ ഈ ജപ്പാന്റെ ചിത്രം നോക്കുമെന്ന് വയലാർ പറഞ്ഞത് വെറുതെയല്ല. അരിമക്കുഞ്ഞുങ്ങൾ, ആരോഗ്യ ദൃഢഗാത്രരായ, അതെ, ആരോഗ്യമുള്ള പട്ടാളക്കാര് സ്വന്തം വീടിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന കാഴ്ച ഇന്ന് യൂട്യൂബിൽ കാണാം. ഇറാനിൽ നിന്നും, ഇറാഖിൽ നിന്നും, ഇസ്രായേലിൽ നിന്നും, അമേരിക്കയിൽ നിന്നും അതെ ഫുൾ സ്യൂട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന പട്ടാളക്കാരൻ, 1 or 2 വയസ്സ് മാത്രം പ്രായമുള്ള അവന്റെ കുഞ്ഞ്, അവന്റെ ഭാര്യ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അവന്റെ അടുക്കൽ നിന്നും വിതുമ്പുന്നു. നോക്കൂ, അവൻ ഈ കുഞ്ഞുങ്ങളെ എല്ലാം മറിച്ചിട്ടിട്ട് അവൻ പോകുകയാണ്. അതിന്റെ പേരാണ് സ്വരാജ്യ സ്നേഹം, പാട്രിയോട്ടിസം. ഈ പാട്രിയോട്ടിസം എന്ന് പറയുന്നത് ടോൾസ്റ്റോയ് വിവക്ഷിച്ചിട്ടുള്ളത് പോലെ അത് ദൈവ സ്നേഹത്തിൽ നിന്ന് ഉളവായതല്ല, മനുഷ്യന്റെ സ്വാർത്ഥതയുടെ ചിഹ്നമാണ് പാട്രിയോട്ടിസം. അങ്ങനെയാണ് ടോൾസ്റ്റോയ് അതിനെ വിശേഷിപ്പിച്ചത്. ഒരുതരം ഭ്രാന്ത്. ഒരൊറ്റ മതമുണ്ട് ഉലകിനുയര പ്രേമം, അതൊന്നല്ലോ പരക്കണമേ പാലമതൂട്ടും പാർവണ ശശിബിംബം. കവി അങ്ങനെയാണ് പറഞ്ഞത്. സ്നേഹമാണ് അഖില സാരമൊഴി. ഒരു കുഞ്ഞിന് ഒരു ഇത്തിരി പോലും സ്നേഹമുണ്ടെങ്കിൽ സമാധാനം അന്വേഷിച്ച് പോകണ്ട. നമ്മളെല്ലാം കൂട്ടുകുടുംബങ്ങളായി തിങ്ങി നിറഞ്ഞ പട്ടണങ്ങളിൽ ജീവിക്കുന്നവരാണ്. അടുത്ത വീട്ടിൽ 3 നേരം പുകയൊന്ന് പുകഞ്ഞാൽ അയൽക്കാരന് കുശുമ്പാണ്. ഇതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഇതെന്തൊരു സ്വാതന്ത്ര്യം പൊന്നെ! എന്നാൽ നമ്മുടെ ഉയിരിന് തുല്യം യേശു ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നിന്റെ കൂട്ടുകാരന് വേണ്ടി നിന്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. യേശുവാണ് സ്നേഹത്തിന്റെ ചാമ്പ്യൻ ഓഫ് ലവ്. അവനാണ് സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. യേശു പറഞ്ഞു, ഒരുത്തൻ നിന്റെ ഒരു കണ്ണ് തടിച്ചാൽ മറ്റേ കണ്ണ് കാണിച്ചു. ഉതപ്പെടുക്കുന്നവന് വസ്ത്രം കൂടെ വിട്ടുകൊടുക്കൂ. ഇതാണ് സാക്ഷാൽ സ്നേഹം. എന്നാൽ തമ്മിൽ ക്ഷമിക്കുവാൻ കഴിയാത്ത മനുഷ്യർ തിങ്ങി നിറഞ്ഞു ജീവിക്കുന്ന ഒരു രാജ്യത്ത്, ഒരു നാട്ടിൽ, ഒരു പട്ടണത്തിൽ സ്നേഹമുണ്ടാകയില്ല ഒരിക്കലും. നിന്റെ ശാസ്ത്രവും തത്വവും
വേദവും വേദാന്തവും അവിടെ തന്നെ ഇരിക്കും. അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദുഷ്ടത അത് ചിറകടിച്ച് പറക്കുകയാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പഠിക്കണം. സ്വാതന്ത്ര്യം പ്രാപിച്ച നമ്മൾ അത് പഠിപ്പിച്ചു തരുവാൻ ലോകത്തിൽ ഒരുത്തൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതാണ് യേശു ക്രിസ്തു. അദ്ദേഹം ഇവിടെ വന്നു ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത് പോലെ 3.5 വർഷത്തോളം ഓടി നടന്ന് പ്രസംഗിച്ചു. അദ്ദേഹം ഇന്ത്യയിൽ വന്നോ ഇല്ലയോ എന്നോ ഒന്നും ചോദിക്കണ്ട എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അദ്ദേഹം ഇന്ത്യയിൽ എന്നല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ 3.5 കൊല്ലം കൊണ്ട് സഞ്ചരിച്ച് തീർത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം ദൈവപുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ സഞ്ചാര രീതിയെ കുറിച്ച് ബൈബിൾ പറയുന്നു. അവൻ മേഘങ്ങളെ തേരാക്കി കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നവനായിരുന്നു യേശു. യേശുവിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മെ പോലെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നില്ല യേശു. അവന്റെ സൃഷ്ടി തന്നെ ദൈവമായിട്ടാണ്. നമുക്ക് ദേഹവും ദേഹിയും ആത്മാവുമുണ്ട്. നമ്മുടെ ദേഹം മറ്റുള്ളവർക്ക് കാണാം. ദേഹി എന്ന ഇന്നർമാനെ ആർക്കും കാണുവാൻ സാധ്യമല്ല. കാരണം ദൈവം മൂക്കിലൂതിയ ജീവശ്വാസവും നമ്മുടെ ശരീരവും കൂടെ ചേർന്നപ്പോഴാണ് ദേഹി ഉണ്ടായത്. എന്നാൽ യേശുവിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ മനുഷ്യബന്ധമില്ലാതെ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലിപ്പവും തികവുമുള്ള വലിയൊരു പാത്രത്തിൽ പെടുന്നവനാണ് യേശു. യേശുവിനെ പ്രസവിക്കുന്നത് തന്നെ അത്ഭുതമാണ്, പ്രവചന നിവൃത്തിയാണ്. അതേക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്, നോവ് കിട്ടും മുൻപേ അവൾ പ്രസവിച്ചു, വേദനപ്പെട്ട് നിലവിളിക്കുന്നതിന് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന്. അങ്ങനെയായിരുന്നു യേശുവിന്റെ പ്രസവം. നമ്മളെല്ലാം പ്രസവിക്കുന്നത് വേദനപ്പെട്ടാണ്. അതുപോലെയല്ല യേശുവിനെ പ്രസവിച്ചത്. യേശുവിനെ പ്രസവിച്ചപ്പോൾ ചരിത്രകാരൻ ലൂക്കോസ് അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, മറിയയ്ക്ക് പ്രസവ വേദന ഉണ്ടായില്ല. അവൻ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. എവിടെ ഇരിക്കുമ്പോൾ? അതേ യെരുശലേമിൽ വലിയ ഉത്സവം തകർത്ത് നടക്കുകയാണ്. മുല്ലക്കൈ ഉത്സവത്തിന് നമ്മൾ അവിടെ പോയാൽ നമ്മുടെ കയ്യിൽ കുഞ്ഞോ തളയോ പോയാൽ പിന്നെ വളരെ പ്രയാസമാണ്. ഇതുപോലൊരു കാലഘട്ടത്തിൽ അവിടെ ഗണേഷ്മേരിൽ ചാർത്തൽ നടക്കുകയാണ്, പേര് രജിസ്റ്റർ ചെയ്യുകയാണ്. ജനിച്ച അതത് സ്ഥലത്ത് വന്ന് പേര് രജിസ്റ്റർ ചെയ്യുന്ന ആ തിടുക്കത്തിൽ, അത് മഹാരാജാവിന്റെ കൽപ്പനയാണ്, ഭാര്യയും ഭർത്താവും, അതായത് ഭാര്യയായ മറിയ, ഭർത്താവായ ജോസഫ്, കന്യാകുമാരി നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്യാൻ വന്ന സമയത്ത് പെട്ടെന്ന് അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. എന്നിട്ട് നടന്ന പ്രസവം, അതിനെക്കുറിച്ചൊന്നും വിശദമായി ലൂക്കോസ് പറഞ്ഞില്ല. കാരണം ലൂക്കോസ് ഒരുപാട് ശ്രമിച്ചിട്ടാണ് തന്റെ ചരിത്രം എഴുതുന്നത്. ശ്രീമാനായ തെയോഫിലോസ് എന്ന് പറഞ്ഞ ഒരു തത്വജ്ഞാനിക്ക്, ഒരു തിയോളജിയന്, ലൂക്കോസ് എന്ന മറ്റൊരു തിയോളജിയൻ എഴുതുന്ന എഴുത്താണ് യേശുവിന്റെ ജനനത്തെ സംബന്ധിച്ച്. അവിടെ ഇരുന്നപ്പോൾ പശുത്തൊട്ടിയിൽ സ്ഥലമില്ലായകയാൽ കുട്ടിയെ വഴിയമ്പലത്തിൽ കിടത്തിയെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഇവൾക്ക് പ്രസവവേദന വന്നു. ഭർത്താവ് ഉദ്യോഗസ്ഥനായ ജോസഫ് സൂര്യകർമ്മിണിയെ തിരക്കി ഓടിയെന്നു. ഒന്നും അവിടെ എഴുതിയിട്ടില്ല. കാരണം ദിവ്യ പ്രസവം. അപ്പോൾ അങ്ങനെ ജനിച്ച ഒരാൾക്ക് മാത്രമേ ഈ ലോകത്തിൽ അത് ആധികാരികമായി മനുഷ്യ മനസ്സിൽ കയറി ഇടപെടുവാനൊക്കെയുള്ളൂ. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഓർത്താൽ ലോകം അവന്റെ മുന്നിൽ കൊമ്പിടും. 3.5 കൊല്ലം കൊണ്ട് ലോകത്തിലെ തത്വജ്ഞാനികളും ദൈവങ്ങളായി അന്ന് അറിയപ്പെട്ടിരുന്നവരും ദീർഘ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന് പ്രവർത്തിച്ച് വലിപ്പിച്ചതിൽ കൂടുതൽ കാര്യങ്ങളാണ് യേശു ചെയ്തു തീർത്തത്. കുഷ്ഠരോഗികൾക്ക് സൗഖ്യമേകി,
ദൃഷ്ടി പോയവർക്കും അവർ കാഴ്ച നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പുഷ്ടരായ 5000 ജനം അഞ്ചപ്പത്താൽ എന്ന് പാട്ടുകാരൻ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്വേഷണത്തിൽ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചാൽ മതി. ആ വ്യക്തിക്ക് ദൈവലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം. അതെ, നാം ഇന്ന് അലയുകയാണ് ദൈവത്തെ തേടി. ദൈവം നിന്റെ മാതുക്കലും നിന്റെ അടുത്ത് നിൽക്കുന്നു. ദൈവത്തെ തേടി അന്വേഷിച്ച് അവൻ പോവുകയാണ്. എന്നിട്ട് അവന് എവിടെ? അവൻ മതങ്ങളും അതിന്റെ സിദ്ധാന്തങ്ങളുമെല്ലാം കൂലങ്കഷമായി പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുകയാണ്. മനുഷ്യൻ മതങ്ങളെ ഉണ്ടാക്കി, മതങ്ങൾ ദൈവങ്ങളെ ഉണ്ടാക്കി, ദൈവങ്ങളും മതങ്ങളും ഈ മനുഷ്യനും എല്ലാം കൂടെ ചേർന്ന് അത് മണ്ണ് പങ്കുവെച്ചു. നമ്മുടെ മനസ്സെല്ലാം പകുത്തെടുത്തു. മനുഷ്യന്റെ ഹൃദയം ആയുധപ്പുരയായി. ഇങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യനെത്തിയത്. മതത്തിന്റെ പുറകെ കൂടി. യേശുവിടെ നിൽക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈശോ ഇറങ്ങി പ്രവർത്തിച്ചത്. അവന്റെ അടുക്കൽ ചെന്ന എല്ലാ വിഷമ പ്രശ്നങ്ങൾക്കും ഓൺ ദ സ്പോട്ട് ഉത്തരം നൽകി. യേശുവിടെ ജീവിച്ച കാലത്ത് 25 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു അത്ഭുതം, ഒറ്റ ഒരാളെപ്പോലും ഈശോ മിശിഹ അടക്കിയിട്ടില്ല. മരണവീടുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ മരണവീട്ടിൽ ചെന്ന ഉടനെ ആദ്യം ഈശോ ചെയ്യുന്നത് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. കേസ് ഇങ്ങനെയാണെങ്കിൽ എന്തായാലും അത്ഭുതപ്രിയരെ, എന്റെ സ്നേഹിതനായ ലാസർ മരിച്ചത് ഞാൻ 100 പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം കുഴിയിൽ ഇരിക്കുകയാണ്. ശരീരം ചീഞ്ഞു നാർന്നു. സ്നേഹിതൻ തന്നെ പറയാൻ, സഹോദരിമാര് പറയാൻ, ഗുരുവേ, ഈശോ അവിടെ ചെന്നു അവനെ സൗഖ്യമാക്കുവാൻ ഇവരെല്ലാം ആഗ്രഹിച്ചെങ്കിലും ആ ദിവസങ്ങളിൽ അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്ന ഈശോ വന്നില്ല. മനഃപൂർവ്വം ഇവരെ ഒന്നും മനസ്സിലാക്കി കൊടുക്കണമല്ലോ, ഞാൻ ആരാണെന്നും എന്റെ ശക്തി ഞാൻ സാക്ഷാൽ ദൈവമാണെന്നും ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഈശോ മാറി നിന്നു. എന്നാൽ 4-ാമത്തെ ദിവസം ഈശോയുടെ കടന്നു വന്നു. ചുറ്റുപാടുള്ള ബുദ്ധിരാക്ഷസന്മാരും ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ടല്ലോ അവിടെ. കയ്യിൽ കരിങ്കല്ലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ഉടനെ എറിഞ്ഞു പറയണം. കാരണം അവൻ അവിടെയൊക്കെ നടന്ന് ഒരുപാട് പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും ഇവർക്കറിയാം. എന്നാൽ യേശു അവിടെ വന്നപ്പോൾ നാറ്റം സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ. അതിന് മുൻപ് തന്നെ ഇവനെ പാറയിൽ ഒരു കല്ലറയുണ്ടാക്കി മമ്മിഫൈ ചെയ്ത, അല്ലെങ്കിൽ സുഗന്ധവർഗ കൂട്ടുകളെല്ലാം നഖശിലാന്തം കെട്ടി പൊതിഞ്ഞ് ബലപ്പെടുത്തി അടക്കം ചെയ്തു. കല്ലറയ്ക്കൽ വലിയൊരു വാതുക്കലൊരു വലിയ കല്ല് യഹൂദന്റെ മര്യാദ അനുസരിച്ച് പിടിച്ചു കെട്ടി അവിടെ വെച്ചിരിക്കുകയാണ്. യേശു വന്നപ്പോൾ മാർത്തയും മറിയയും കരയുന്നു, ഗുരുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവൻ സമാധാനത്തോടെ അടുത്തിരുന്നു. അവനെ വെച്ച ഇടം കാണിക്കൂ, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. മാർത്തേ, മറിയേ, ശാന്തരാകൂ. അവൻ അവിടെ ചെന്ന് നിന്നുകൊണ്ട്, ലാസറേ, നീ പുറത്തു വാ. ജനാവലിയെ സ്തംഭിപ്പിച്ചുകൊണ്ട്, വലിയൊരു ശാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട്, കല്ലറയുടെ ഉള്ളിൽ നിന്ന് കെട്ടപ്പെട്ടവനായി ലാസർ നടന്നു വരുന്ന കാഴ്ച ജനാവലിയെ അമ്പരപ്പിച്ചു. ഇവൻ സാക്ഷാൽ ദൈവമെന്ന് അവൻ ഉച്ചസ്ഥരം ഘോഷിച്ചു. കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന കൽപ്പനയുണ്ടായി. അവർ കെട്ടഴിച്ചു. ലാസർ സ്വതന്ത്രനായി. ഇങ്ങനെയൊരു ദൈവമാണ് നമുക്ക് സമാധാനം. അതുപോലെ തല്ലി അലച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നെടുവീർപ്പിട്ട് ജീവിച്ചിരുന്ന ആ സഹോദരിമാർ രണ്ടും, അപ്പൻ നേരത്തെ മരിച്ചു. ലാസറിന്റെ പ്രസവത്തോടുകൂടി തന്നെ അമ്മയും മരിച്ചു. ഈ 2 സഹോദരിമാർക്ക് അന്നം കൊടുക്കുന്നയാളായിരുന്നു ഈ ലാസർ. ഒരു തച്ചിരുവോളം തൊഴിലുറപ്പൊന്നില്ല. എന്നാൽ അത് ഒരു വെള്ളിക്കാശിന് വേണ്ടി പോകും.
അങ്ങനെ ഈ ലാസർ ഒരിക്കൽ ചെന്നപ്പോൾ യോർദാന്റെ നദി ഇങ്ങനെ കലങ്ങി മറിഞ്ഞുള്ളൂ. അന്ന് ഒരു ജനാവലി. യോഹന്നാൻ ബാപ്റ്റിസ്റ്റ് അവിടെ വരുന്നുണ്ട്. ഇന്നിവിടെ ദൈവപുത്രനായ യേശു ക്രിസ്തു സ്നാനമേൽക്കാൻ പോകുകയാണ്. അവരെ അല്പം അവര് അങ്ങനെ നിൽക്കുമ്പോൾ യേശു അവിടെ വരുന്നു. യേശുവിന്റെ വരവ് തന്നെ ഭയങ്കരമായിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഏതായാലും ലാസറാണ് യേശുവിനെ ആദ്യമായി കാണുന്നത്. യേശുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവന് ഇറങ്ങി വരികയും ചെയ്തു. അങ്ങനെ ലോകത്തിൽ സമാധാനത്തിന്റെയും സാക്ഷാൽ സ്വാതന്ത്ര്യത്തിന്റെയും നാമ്പ് മുളച്ചു. ലോകം ശാന്തിയും സമാധാനവും ആദ്യമായി കണ്ടു. ആദ്യമായി ലഭിച്ച ശാന്തി സമാധാനം അവരുടെ സഹോദരനെ, മരിച്ചവനായിരുന്ന സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കിട്ടി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾക്ക് വേണ്ടിയത്. മരിച്ചവരെ ഉയർപ്പിനാൽ തിരികെ കിട്ടിയ ഒരു സന്തോഷം ലോകം അന്നാദ്യമായി കണ്ടത് ബെഥാന്യയിലെ ലാസറിന്റെ വീട്ടിൽ വെച്ചാണ്. 2 ദിവസം കഴിഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു ഭവനത്തിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി പന്തിയിലിങ്ങനെ ഇരിക്കുന്നു. തൊട്ടടുത്ത് ലാസർ ഇരിപ്പുണ്ട്. തൂശനില വെട്ടിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലാസറോ യേശുവിനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തനായിരുന്നു. ആയിലും മോരുമെല്ലാം പഴവുമെല്ലാം കൂടെ പെരട്ടി ഉരുട്ടി വിഴുങ്ങുന്ന ലാസർ ഒരു 2-3 ദിവസത്തിന് മുമ്പ് മണിയനി ചേർത്ത പാർട്ടിയാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് വരുവാൻ നിവർത്തിയില്ല. കർത്താവേ, നാറ്റം വച്ചിരിക്കുന്നു. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവനുയരുകിയ ദൈവശബ്ദം ഇന്നു നിന്നിൽ മുഴങ്ങിരട്ടെ. ഇതാണ് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവനുയരുകിയ ദൈവശബ്ദം ഇന്നു നിന്നിൽ മുഴങ്ങിരട്ടെ. കെട്ടുകൾ അഴിയട്ടെ, കല്ലറ തുറക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, കല്ലറ തുറക്കട്ടെ. മരണബന്ധനങ്ങളെ വിട്ടുപോരുവീൻ. പിശാച് കെട്ടിയിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെയും സ്വസ്ഥതയില്ലായ്മയുടെയും മനോവേദനയുടെയും ബന്ധനങ്ങൾ പേറി നടക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, യേശുവിനെ ക്ഷണിക്കും. അവൻ നിങ്ങളുടെ കല്ലറ പൊട്ടിക്കും. നിങ്ങളുടെ മരിച്ചവരെല്ലാം ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. നാഥനും രക്ഷകനുമായി അവനെ ഇന്ന് സ്വീകരിപ്പാൻ പ്രതിഷ്ഠ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സഹോദരൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥനത്തോടുകൂടെ പിരിഞ്ഞു പോകും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദേശത്തോട് അവിടുത്തെ ഭക്തനിലൂടെ അരുള ചെയ്ത നല്ല തിരുവഴുത്തിനായി പ്രാർത്ഥിക്കുന്നു. പുത്രൻ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിയാൽ നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നു. ആത്മാവിന്റെ സ്വാതന്ത്ര്യം പുത്രനിലൂടെ നേടിത്തന്ന പിതാവായ ദൈവത്തെ ഞങ്ങൾ എന്തും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തോട് അറിയിച്ച ദൈവവചനം കേട്ട ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനാണ് നിത്യജീവൻ. ആ നിത്യജീവന്റെ അവകാശിക്കായി ദേശത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ കേട്ടപഞ്ഞത്തിലൂടെ ഒരുക്കുന്ന എല്ലാ കൃപകൾക്കായി നന്ദി പറയുന്നു. അവിടുത്തെ ദാസനേത്രത്തോളം സംസാരിക്കുവാൻ ദൈവാത്മാവ് ബലപ്പെടുത്തിയ എല്ലാ കൃപകൾക്കായി നന്ദി പറയുന്നു.
കരങ്ങളിൽ സമർപ്പിക്കുന്നു. മുഴുവൻ മാനവും മഹത്വം പിതാവിന് യേശുവിന് ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.